ഹലോ, വെൽക്കം ബാക്ക് മ്യൂസിക് അറ്റ് കിച്ചൺ. അപ്പോൾ ഞാനൊരു മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പെരി പെരി അൽഫാം മന്തിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ മന്തി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ മയോണൈസൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ അപ്പോൾ ഒരു ടൊമാറ്റോ ചട്നിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഞാനിവിടെ അത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഒരു ചെറിയ മധുരത്തോടു കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മന്തിയാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റും എന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് പാടുപെട്ട് തന്നെ നമുക്ക് ഈ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കാം, എന്നാലും അടിപൊളിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ ഇതുപോലെ ഒരു അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട്, നല്ല വലുപ്പത്തിലല്ല, ഒരു മീഡിയം വലുപ്പത്തിൽ, എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു പൊടിൻ്റെ മിക്സ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു പാൻ എടുക്കാം. അതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, കുമിൻ സീഡ് പൊടിച്ചത് കേട്ടോ. പിന്നെ ഇതിലേക്ക് വലിയ ജീരകം, ഫെനൽ സീഡ് എന്ന് പറയും, അതും പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഗരം മസാല പൊടി, ഇനി അതേപോലെ 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി, ഇത്രയും എടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ പുതിനയില, മല്ലിയില, പിന്നെ ഒരു സവാളൻ്റെ പകുതി, പിന്നെ അതേപോലെ തന്നെ ഒരു തക്കാളിൻ്റെ പകുതിയും, പിന്നെ ഇതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും, 1 കുടം വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊരു പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് സവാളയും തക്കാളിയും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം നാരങ്ങയുടെ നീര് കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊരു പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. എല്ലാം തന്നെ മസാല പിടിക്കാനാണ്. അതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പേസ്റ്റ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പൗഡർ ഇല്ലേ, ആ പൗഡറിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഭാഗം വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണോളം നമുക്ക് ഇതുപോലെ മാറ്റി വെക്കാം. നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് പെരി പെരി അൽഫാം ആക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 2 മാഗി ക്യൂബ് കൂടി ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വീഡിയോ എടുക്കണോണ്ടാണ്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ടിത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, നോക്കിയിട്ട് ചേർക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ കുഴച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഒരു ലേശം ഉപ്പ് കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതാ മന്തി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അരി നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ചട്ടിയിൽ വെള്ളം വെച്ചിട്ട് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. കുരുമുളക്, ഏലക്കായ, പട്ട, ഗ്രാമ്പു, ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം ആണ് കേട്ടോ. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു ഉണക്ക നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇല്ലേ, അപ്പം അതും കൂടി ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മറു സൈഡും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ഭാഗം വേവായാൽ മതി കേട്ടോ. ഇനി ബാക്കി നമ്മൾ ദമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പെരി പെരി സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ബട്ടറും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൗഡറിൻ്റെ മിക്സും പിന്നെ അരച്ച ആ ഒരു അരപ്പില്ലേ അത് രണ്ടും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. അതൊരു സ്പൂണോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കുക്കാവണ്ട, ഒരു നോർമൽ കുക്കായാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സോസില്ലേ അതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നല്ലപോലെ എല്ലായിടത്തേക്കും ഒന്നാവുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മന്തി ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലെ പെരി പെരി അൽഫാം മന്തി തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചിക്കനിൽ എല്ലായിടത്തും ഈ ഒരു സോസ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി സോസ് തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്ത് കൊടുക്കണില്ല. കുട്ടികൾക്ക് എരിവ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് നല്ലപോലെ തന്നെ 2 സൈഡും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ആ ഒരു നാരങ്ങയും പിന്നെ കുറച്ച് മസാലയും ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ലാസ്റ്റ് റൈസിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ റൈസും ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മളിതപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു മസാല, അതുകൂടി ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം ഫുഡ് കളർ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട്. ഒരു 4 പച്ചമുളക് കൂടി ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാർക്കോൾ ഉപയോഗിക്കാം. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഹോൾസ് നമുക്കിത് അങ്ങനെ കടലാസ് വെച്ചിട്ടൊന്ന് അടച്ചെടുക്കാം. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നിന്നും ചിക്കനൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. ഇവിടെ മന്തി ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ. ഇനി ചിക്കനൊക്കെ അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ റൈസ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നല്ല പോലെ ആ മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് ഇതുപോലെ ചിക്കൻ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെരി പെരി അൽഫാം മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. കുറച്ച് പണിമെനക്കേട് ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റിയോടുകൂടി തന്നെ നമുക്ക് മന്തി കഴിക്കാം കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും ബൈ ബൈ.